ഹായ്. അങ്ങനെ ഞങ്ങളൊരു കൊല്ലത്തൊരു കല്യാണത്തിന് വന്നു. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോളുടെ കല്യാണമായിരുന്നു. അപ്പോൾ അവളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ. അല്ല, ഇതാണ് മണ്ഡപം. മണ്ഡപം എന്ന് പറഞ്ഞാൽ പെണ്ണിന് ചെറുക്കന് ഇരിക്കാനുള്ള സ്ഥലമാണ്. അപ്പോൾ എൻ്റെ മോളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക, അവിടെ ആരും ഇല്ലല്ലോ എന്നിങ്ങനെ നോക്കിയിരിക്കുകയാണ്. കാരണം അവൾക്കറിയത്തില്ലല്ലോ ഇതിനെക്കുറിച്ച്. അങ്ങനെ ഇരിക്കുമ്പോൾ അതാണ്ട് ചെറുക്കൻ വരും. നല്ല സുന്ദരനൊരു ചെറുക്കായി, നല്ല ഭംഗിയുണ്ട്. ചെറുക്കൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പുകപടലങ്ങളോടുകൂടിയായിരുന്നു. നമുക്ക് കുറച്ച് നേരത്തേക്ക് ശ്വാസം മുട്ട് പോലെ ആയിരുന്നു. കാരണം എൻ്റെ സ്മെല്ല് എല്ലാവർക്കും പറ്റത്തില്ല, നമുക്ക് പറ്റത്തില്ലായിരുന്നു. എല്ലാവരും മൂക്കുത്തിയിരുന്നു. പക്ഷെ നല്ല എൻട്രി നല്ലതായിരുന്നു. പയ്യൻ വരുന്ന എൻട്രി കൊള്ളായിരുന്നു. അങ്ങനെ പയ്യൻ കയറിയൊക്കെ ഇരുന്നു. അങ്ങനെ നല്ലൊരു ചെറുക്കനായിരുന്നു കേട്ടോ, പറയാനൊന്നുമില്ല. ഭയങ്കര തിരക്കുമായിരുന്നു. കണ്ട, പിന്നെ നമ്മുടെ നായിക ഇങ്ങോട്ട് വരികയാണ്. നല്ല അവളുടെ എൻട്രി എന്ന് പറഞ്ഞാൽ അതിലും കിടുവായിരുന്നു. കാരണം നല്ല ഡാൻസും, ആ ഡാൻസ് കളിക്കുന്ന കുട്ടികളുണ്ടല്ലോ, സൂപ്പർ, ഒന്നും പറയില്ല, അപാര കഴിവുകളൊക്കെ. പിന്നെ അപ്പുറവും ഇപ്പുറമൊക്കെ ഇങ്ങനെ കമ്പിത്തിരി പോലെ ഇങ്ങനെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഫ്രണ്ട് അവളിഞ്ഞ് ഒരുപാട് കഴിഞ്ഞ്, അവളുടെ വാപ്പായും ഉമ്മയും കഴിഞ്ഞ് ഒരുപാട് കഴിഞ്ഞപ്പോൾ അവിടെ നിന്നിട്ട് എല്ലാവരും പറയുന്നുണ്ട് സ്ലോയിൽ വാ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ ഡാൻസ് കളിക്കുന്ന കുഞ്ഞുങ്ങൾ ഭയങ്കര കിടുവാണ്. നമ്മൾ നോക്കി നിന്നു പോകും, അമ്മാതിരി ഡാൻസായിരുന്നു ആ കൊച്ചുങ്ങളുടെ. പെങ്കൊച്ച് തലേന്നത്തെ കാട്ടി ഇന്ന് ഭയങ്കര സുന്ദരിയായിരുന്നു അവൾ. നേരിൽ കാണാൻ അവൾ ഭയങ്കര സൗന്ദര്യമായിട്ടാ. കാരണം അവളുടെ ഉമ്മി തന്നെയാണ് അവൾ. നല്ല ഭംഗിയുള്ളൊരു മോളാണ്, നല്ല കഴിവുള്ളൊരു മോളാണ് അവൾ. എൻ്റെ ഫ്രണ്ടെന്ന് പറയുമ്പം പറയാതിരിക്കാത്തില്ല, എനിക്ക് കുഞ്ഞുനാൾ മുതലേ അവരെ അറിയുന്നതാണ്. അവരുടെ ഫാമിലിയായിട്ട് നല്ല ബന്ധമായിരുന്നു, അവരുടെ ഉമ്മയും സഹോദരങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ അവിടെ ഒരു ഉമ്മിച്ച പറയുന്നത് പതുക്കെ വാ എന്ന് പറയുന്നുണ്ട്. കാരണം നമുക്ക് പതുക്കെ വാന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, അവർ തന്നെ പതുക്കെ വാന്ന് പറയുന്നത്. നമ്മളിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാം ഇങ്ങനെ ഒരുപാടൊന്നും എടുക്കാൻ പറ്റില്ലെങ്കിലും നമ്മൾ എടുക്കുന്നുണ്ട് വീഡിയോസ്. കാരണം മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്നിടത്തോളം കവർ ചെയ്തിട്ടുണ്ട്. കാരണം ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചതിന് അപ്പുറമായിരുന്നു തിരക്ക്. പിന്നെ അവളുടെ കോസ്റ്റ്യൂം എന്ന് പറയുന്നത് അപാരം. ആരാണെങ്കിലും കിടുവാണ്. എവിടുത്തെ ഡ്രസ്സാണെങ്കിലും അത് സൂപ്പറായിരുന്നു. അവൾ ഇട്ടിരുന്ന ആ കളർ കോമ്പിനേഷനൊക്കെ. അവളുടെ വാപ്പ, ഉമ്മ, അവളുടെ അനിയും പയ്യൻ, അങ്ങനെ അവൾ കയറി. പയ്യൻ കൈ കൊടുത്ത് മണ്ഡപത്തിലോട്ട് കയറ്റി ഇരുത്തി അവളെ. അവിടെ ചെന്ന് നിന്നു. എനിക്ക് തോന്നുന്നു അവരുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും, രണ്ടു കൂട്ടരുടെ ഭയങ്കര എന്തുവാ പറയുക, നല്ല നമുക്ക് പറയാൻ പറ്റും. കാരണം ഞാൻ ഒരുപാട് വിവാഹങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു വിവാഹത്തിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. കാരണം താലിയിട്ട് കിടക്കുകയാണ്. നമ്മുടെ കണക്കല്ല, ഇപ്പോൾ ക്രിസ്ത്യൻസിനെ ഹിന്ദുവിനെ കണക്കൊന്നുമല്ല, മുസ്ലിംസിൻ്റെ വേറൊരു രീതിയാണ്. അപ്പോൾ താലിയൊക്കെ കല്യാണം കെട്ടി കിടക്കുകയാണ്. എന്നിട്ട് ഫോട്ടോഗ്രാഫർക്ക് അത് പറ്റുന്നില്ല. അവർ വീണ്ടും രണ്ടാമത് കൈയൊക്കെ ഉണ്ടാക്കി വെച്ച് എന്തൊക്കെയോ കാണിച്ച് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. വീഡിയോസും ഫോട്ടോസും ഒരുപാട് പേരുണ്ടായിരുന്നു. എനിക്കൊന്നൊരു 7 പേരോളം കൊണ്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു എൻ്റെ ഒരു കണക്കിന്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വന്ന് ഫുഡ് കഴിക്കുന്ന വീഡിയോ ഫുള്ളും എടുക്കാനൊന്നും ഒക്കത്തില്ല.